CHR വിഷയം വൻ ജനമുന്നേറ്റത്തിന് തിരിതെളിക്കുമെന്നും കേസ് സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ടാൽ അത് സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുടിയിറക്കലാണ് നടക്കാൻ പോകുന്നതെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. CHR വിഷയം വൻ ജനകീയ മുന്നേറ്റത്തിന് തിരിതെളിക്കുന്നുവെന്നും കേസ് സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ടാൽ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുടിയിറക്കൽ നടക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നമ്മൾ പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്നും MP ചൂണ്ടിക്കാട്ടി. CHR റിസർവ് വനമാണെന്ന സർക്കാർ നിലപാട് മൂലമുണ്ടാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും തുടർ നടപടികൾ ആലോചിക്കുന്നതിനും വേണ്ടി നെടുങ്കണ്ടത്ത് ചേർന്ന കർഷക സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സാമുദായിക സംഘടനാ നേതാക്കളുടെയും യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പരമോന്നത സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ തോറ്റാൽ ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ കുടിയിറക്കായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനായിരിക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിലപാടില്ലായ്മ മൂലവും സർക്കാരിൻ്റെ ഭാഗത്ത് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് കേസിന് ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. വനംവകുപ്പ് തുടർച്ചയായി 2,10,000-ലധികം ഏക്കർ ഭൂമി CHR ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർഷിക റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. മന്ത്രി നിയമസഭയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ പല ഇടങ്ങളിലും അവരുടെ നിലപാട് ആ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് 1897-ലെയും പിന്നീട് വന്നിട്ടുള്ള വിജ്ഞാപനങ്ങളിലെയും എല്ലാം 15,720 ഏക്കറാണ് CHR എന്നുള്ള ആ ഒരു നിലപാടിൽ നിൽക്കുമ്പോഴും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പരിസ്ഥിതി സംഘടനകളുടെയും വനം വകുപ്പിൻ്റെയും അഭിപ്രായത്തിൻ്റെ അതേ തരത്തിൽ തന്നെ റവന്യൂ വകുപ്പ് പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രീൻ ട്രിബ്യൂണലിൽ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റിൽ അങ്ങനെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുത്തകപ്പാട്ട വസ്തുവിൽ ഇനി അത് പുതുക്കി നൽകേണ്ടതില്ല, അവരെ കുടിയൊഴിപ്പിക്കണമെന്നുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ ഇത് റിസർവ് ഫോറസ്റ്റ് ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വിവാദമായപ്പോഴാണ് ആ ഒരു പരാമർശം മാറ്റിയത്. അതുപോലെ ഇതിന് മുന്നേ തന്നെ കെട്ടിട നിർമ്മാണം പറ്റത്തില്ല എന്നുള്ള ഒരു നിലപാട് റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള നിലപാടുകളാണ്. ഒരു കാരണവശാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ നിലപാട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായി എല്ലാവരുടെയും അഭിപ്രായം. അതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗ തീരുമാനം. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ജാഗ്രതാ സമിതികൾ. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ജില്ല കണ്ട ഏറ്റവും വലിയൊരു കുടിയിറക്കായിരിക്കും പിന്നെ നടക്കാൻ. ഇത് സമ്പൂർണ്ണമായി വനമായി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടായി പോകും സുപ്രീം കോടതി വിധി എതിരായാൽ. അപ്പോൾ അതുകൊണ്ട് ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് പ്രതിരോധം സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധ, കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൽസ് കാരക്കാട്ട്, SNDP നെടുങ്കണ്ടം ശാഖാ യോഗം പ്രസിഡന്റ് സജി ചാലിൽ, ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് അനിൽകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ, ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് മൗലവി, CSDS പ്രതിനിധി K രവിചന്ദ്രൻ തുടങ്ങിയവരും യോഗത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് വേണ്ടി ഫാദർ സെബാസ്റ്റ്യൻ കിളിരൂർ പറമ്പിൽ, വണ്ടൻമേട് കാണ്ടമം ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് ചെൻ കണ്ണമുണ്ട, സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, കാണ്ടമം ബ്രാൻഡേഴ്സ് ഫെഡറേഷന് വേണ്ടി VJ ജോസഫ് ഉടുമ്പൻചോല, കാണ്ടമം പ്രൊഡ്യൂസിംഗ് സൊസൈറ്റിക്ക് വേണ്ടി വിനു ഞാവള്ളി, അതിജീവന പോരാട്ടവേദി കൺവീനർ റസാഖ് ചൂരവേലി, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ഇബ്രാഹിംകുട്ടി കല്ലാർ, ജോസ് പൊട്ടപ്പിളാക്കൽ തുടങ്ങി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് 100ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.